താഴേത്തട്ട് മുതൽ വികസനം എന്ന മുദ്രാവാക്യത്തിലൂന്നിയാണ് ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പദ്ധതികളെല്ലാം സമയബന്ധിതമായി തീർക്കുന്നു എന്ന പ്രത്യേകതയും ചടയമംഗലത്തിനുണ്ട്. കുതിച്ചുയരുന്ന കേരളത്തിൽ ഇനി ചടയമംഗലത്തെ വിശേഷങ്ങളാണ്. കൊട്ടാരക്കര താലൂക്കിൽ ഉൾപ്പെടുന്ന ചടയമംഗലം, ചിതറ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, കുമ്മിൾ, നിലമേൽ, വെളിനല്ലൂർ എന്നിവയും പത്തനാപുരം താലൂക്കിലെ അലയമൺ എന്നീ പഞ്ചായത്തും ചേർന്നതാണ് ചടയമംഗലം നിയമസഭാ മണ്ഡലം. പുത്തൻ ദിശാബോധം നൽകിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. പ്രഖ്യാപിച്ച പദ്ധതികൾ കാലതാമസമില്ലാതെ പൂർത്തിയാക്കാൻ കഴിയുന്നതും മണ്ഡലത്തിന്റെ പ്രത്യേകതയാണ്. കേരളത്തിൽ കിബി എന്ന് പറഞ്ഞ ഏജൻസി വഴി നിരവധിയായിട്ടുള്ള വികസന ക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വലിയ വലിയ പാലങ്ങൾ, ബ്രിഡ്ജുകൾ, ആരോഗ്യ മേഖലകളിലെ കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ മേഖലകളിലെ കെട്ടിടങ്ങൾ, BMBC നിലവാരത്തിലുള്ള റോഡുകൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. അതിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ ചടയമംഗലം നിയോജക മണ്ഡലത്തിലും അത്തരത്തിലുള്ള ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് കിബി തുടക്കം കുറിച്ചിട്ടുണ്ട്. പ്രധാനമായും റോഡ് വികസന പദ്ധതികളാണ് ചടയമംഗലം മണ്ഡലത്തിൽ കിഫ്ബി വഴി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഗണപതിനട, അർക്കന്നൂർ, മണിയൻമുക്ക് റോഡ് നവീകരണം ഇതിൽ ഉൾപ്പെടുന്നു. 2020-21 ബജറ്റിൽ ഈ പദ്ധതികൾക്കായി തുക വകയിരുത്തിയിരുന്നു. എന്നാൽ സാങ്കേതിക അനുമതി സംബന്ധിച്ച നടപടികൾ നടന്നുവരികയാണ്. അമ്പലംകുന്ന് റോഡ്, വിള പുരയിടം റോഡ് വികസനത്തിന് 8 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 13.5 കോടി രൂപയുടെ റോഡ് വികസനം അന്തിമഘട്ടത്തിലാണ്. ഇന്ന് മിക്കവാറുമുള്ള റോഡുകളൊക്കെ തന്നെ BMBC നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ കിബിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് 8 കോടിയുടെ വർക്കുണ്ട്, അത് 4 കോടിയുടെ വർക്കുണ്ട്, അത് 6 കോടിയുടെ വർക്കുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റോഡുകൾ BMBC നിലവാരത്തിലേക്ക് അവർക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞു എന്ന് അഭിമാനത്തോടെ നമുക്കിന്ന് എടുത്തു പറയുവാൻ കഴിയുന്ന ഒന്നാണ്. നമ്മുടെ റോഡുകളെടുത്താൽ 16 കോടിയുടെ നമ്മുടെ നിരവധി റോഡുകൾ, 10 കോടിയുടെ ശബരിമല 5 വർക്കുകൾ, 10 കോടി രൂപ വെച്ച് 50 കോടിയുടെ അതിൻ്റെ വർക്കുകൾ ഉൾപ്പെടെ നിരവധി വർക്കുകൾ നമ്മുടെ ചടയമംഗലത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം അവസാന ഘട്ടത്തിലേക്കാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്.
മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ മണ്ഡലമായ ചടയമംഗലത്ത് പുതിയ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി 11.75 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചത്. സബ് രജിസ്ട്രാർ ഓഫീസിനായി 8.20 കോടി രൂപയാണ് അനുവദിച്ചത്. മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകൾക്ക് കൈത്താങ്ങാവുന്ന പദ്ധതികളും വിഭാവനം ചെയ്തിട്ടുണ്ട്. കടയ്ക്കൽ മാർക്കറ്റ് പുതുക്കി പണിയുന്നതിനായി 3.73 കോടി രൂപ കിഫ്ബി നൽകിയിട്ടുണ്ടെന്നും നിർമ്മാണം ആരംഭിച്ചുവെന്നും ചിഞ്ചുറാണി പറയുന്നു. ഏകദേശം 11,75,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ചടയമംഗലം മിനി സിവിൽ സ്റ്റേഷൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കടയ്ക്കൽ ചന്ത വികസനം 3,75,00,000 അതിൻ്റെയും പ്രവർത്തനം ഏതാണ്ട് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ്. സബ് രജിസ്ട്രാർ ഓഫീസ് ചടയമംഗലത്ത് സ്ഥാപിതമാകുവാൻ പോവുകയാണ്. അതിൻ്റെ AS&TSും ടെൻഡറും എല്ലാം കഴിഞ്ഞു. അതിൻ്റെ തറക്കല്ലിടിയിൽ കർമ്മം നടക്കുവാൻ പോകുന്ന ഒരവസ്ഥ. വിവിധ ഗവൺമെന്റ് സ്കൂളുകളുടെ വികസനത്തിനായും കെട്ടിട നിർമ്മാണത്തിനുമായി ഓരോ കോടി രൂപ വച്ചും കുമ്മിൾ സർക്കാർ ഹൈസ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 3 കോടി രൂപയുമാണ് മാറ്റിയത്. നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ അതൊക്കെ തന്നെ ഒട്ടേറെ കെട്ടിടങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ കിബി മുഖേന നമുക്ക് ചെയ്യുവാൻ കഴിയും. അത് ചടയമംഗലം നിയോജകമണ്ഡലത്തിലെ LP സ്കൂൾ എടുത്താലും UP സ്കൂളുകളെടുത്താലും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഉൾപ്പെടെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങൾക്കിരുന്ന് പഠിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു നിയോജക മണ്ഡലമായിട്ട് നമ്മുടെ ചടയമംഗലം മണ്ഡലം മാറി. അപൂർവങ്ങളിൽ അപൂർവമായ ചില LP സ്കൂളിൽ 100-ൽ കുറഞ്ഞ കുഞ്ഞുങ്ങൾ മാത്രമുള്ള സ്കൂളിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രവർത്തനം നമുക്ക് നടപ്പിലാക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ഇവിടെ ഇടപ്പണ ഞങ്ങൾക്ക് ചടയമംഗലത്തുള്ള ഉന്നതികളിൽ പെടുന്ന കുട്ടികൾ പട്ടികവർഗ കുഞ്ഞുങ്ങൾ മാത്രം പഠിക്കുന്നൊരു സ്കൂള് ചടയമംഗലത്തെ ചിതറ പഞ്ചായത്തിലെ ഇടപ്പണയിൽ ഞങ്ങൾക്കുണ്ട്. ആ ഇടപ്പണയിലെ LP സ്കൂളിന് പോലും 1 കോടി രൂപ അംഗീകരിച്ചു കൊടുക്കുവാൻ നമ്മുടെ കിബിക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയുകയാണ്. അതവിടെ മാത്രമല്ല, നമ്മുടെ വെള്ളൂപ്പാറ സ്കൂള്, അതുപോലെ ചടയമംഗലം സ്കൂള്, ഇതെല്ലാം നമുക്ക് ഓരോ കോടിയിലെടുത്ത LP സ്കൂളുകളാണ്. അതുപോലെ കടയ്ക്കൽ UP സ്കൂളും അലേമണിലെ GHSSും അതുപോലെ കുമ്മിൾ GHSSും ഇവിടെ തേവന്നൂർ GHSSും ഇതെല്ലാം ഇപ്പം 3 കോടിയിൽ പരം തുകയ്ക്ക് ഈ വർക്കുകളും ഇന്ന് ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനം തീരാറായതുണ്ട്, അവസാന ഘട്ടത്തിലേക്ക് പോകുന്നതുണ്ട്. അതുപോലെ തന്നെ പകുതി ഘട്ടത്തിലേക്ക് എത്തിയതുമൊക്കെ ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള വർക്കുകൾ, ഇതിനകം തന്നെ 5 കോടിയുടെ വർക്കുകളൊക്കെ കടയ്ക്കൽ ഹയർ സെക്കൻഡറിയിലൊക്കെ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ്. $17 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടന്നുവരുന്നത്.
1.5 കോടി രൂപ മുതൽ മുടക്കിയുള്ള ചടയമംഗലം പോലീസ് സ്റ്റേഷൻ കെട്ടിടവും 2 കോടി രൂപയുടെ ചടയമംഗലം PWD റെസ്റ്റ് ഹൗസും വികസന പാതയിലെ നാഴികക്കല്ലാണ്. ചടയമംഗലത്തിൽ എല്ലാ മേഖലകളിലും കേരളത്തിലെ ഗവൺമെൻറ് തന്നെ ബഡ്ജറ്റിൽ വകയിരുത്തിക്കൊണ്ടുള്ള നിരവധിയായിട്ടുള്ള വർക്കുകൾ നമുക്ക് അവിടെ പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെ പോലീസ് സ്റ്റേഷൻ്റെ പണി നടന്നു കഴിഞ്ഞതുണ്ട്. ഇനിയും നടക്കുവാനുള്ള പോലീസ് സ്റ്റേഷൻ്റെ പണി നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റുകൾക്ക് താമസിക്കുവാൻ പറ്റാവുന്ന ഗസ്റ്റ് ഹൗസ് ഇപ്പോൾ അവിടെ 2 കോടിക്ക് ചടയമംഗലത്ത് നിർമ്മിക്കുവാൻ നമ്മൾ പോകുന്നുണ്ട്. ഇന്ന് 22 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു മീറ്റ് പ്രോസസ്സിംഗ് പ്ലാന്റ് ചടയമംഗലത്ത് ഞങ്ങളിപ്പോൾ സ്ഥാപിക്കാൻ പോകുക. അതിൻ്റെ ഏസും എല്ലാം കിട്ടി തറക്കല്ലിടിയിൽ ഈ മാസം അവസാനം തന്നെ നടത്തത്തക്ക നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും വികസനം നടപ്പിലാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു ഏജൻസിയായിട്ട്, കേരളത്തിൻ്റെ ഒരു ഏജൻസിയായിട്ട്, നമുക്ക് ഏറ്റവും കൂടുതൽ ധനവിനിയോഗം നടക്കുന്ന ഒരു ഏജൻസിയായിട്ട് കിബി ഉയർന്നു വന്നു എന്നുള്ളത് അഭിമാന ബോധത്തോടെ നമുക്ക് എടുത്തു പറയുവാൻ. അത് ചടയമംഗലത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല, അത് കേരളത്തിൻ്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കിബിയുടെ പ്രവർത്തനം ഒരുപോലെ നടക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് ഉയർന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. വികസന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെയാണ് ചടയമംഗലം മുന്നേറുന്നത്. വികസന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെയാണ് ചടയമംഗലം മുന്നേറുന്നത്. മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് ചടയമംഗലവും നവകേരളത്തിനൊപ്പം മുന്നേറ്റം തുടരുകയാണ്. ചാലിയാർ, കടലുണ്ടി നദികൾക്കിടയിലുള്ള ഏറനാട് ചരിത്രത്താളുകളിൽ ഇടം നേടിയ പ്രദേശം കൂടിയാണ്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെയും കാർഷിക പ്രക്ഷോഭങ്ങളുടെയും വീരഗാഥകൾ നിറയുന്ന ഏറനാടിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഐതിഹാസികമായ സമര പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഏറനാട് വികസന മുന്നേറ്റത്തിലും മറ്റൊരു ചരിത്രം കുറിക്കുകയാണ്. അടിസ്ഥാന വികസന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം വിദ്യാഭ്യാസ, ആരോഗ്യ, സാംസ്കാരിക മണ്ഡലങ്ങളിലും തനതായ മുദ്രകൾ ചാർത്തിയാണ് ഏറനാട് മറ്റ് മണ്ഡലങ്ങളെക്കാൾ ഏറെ മുന്നോട്ടു പോകുന്നത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം അഭൂതപൂർവമായിട്ടുള്ള വികസനം നടന്ന ഒരു മണ്ഡലമാണ് ഏറനാട് മണ്ഡലം. അത് 2 ഫണ്ടുകളാണ് ഏറ്റവും അധികം ഉപയോഗിച്ചത്. അതിൽ ഏറ്റവും വലുത് കിഫ്ബി ഫണ്ട് തന്നെയാണ്. നിലമ്പൂർ, ഏറനാട് മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൂക്കോട്ടുപാടം, മൂലേപ്പാടം റോഡ് വീതി കൂട്ടി BM&BC നിലവാരത്തിലുയർത്തുന്നത് ശ്രദ്ധേയമായ പദ്ധതികളിലൊന്നാണ്. റോഡുകളും പാലങ്ങളും വലിയ രീതിയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളും പാലങ്ങളും ഒന്ന് അരീക്കോട് ആലുക്കൽ കുനിയിൽ പാലം. അത് 21 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ആ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. തുവക്കാട് 5.6 കോടി രൂപ ഉപയോഗിച്ചിട്ടുള്ള പാലം.
കാരിപ്പറമ്പ് എളങ്കാവ് 2 പഞ്ചായത്തുകളെ ബന്ധപ്പെടുന്ന അരീക്കോട് പഞ്ചായത്തിനെയും ചീക്കോട് പഞ്ചായത്തിനെയും ബന്ധപ്പെടുന്ന മർമ്മപ്രധാനമായ റോഡാണ് കാരിപ്പറമ്പ് എളങ്കാവ് കന്തുകടവ് പാലം. അത് 8 കോടി രൂപയാണ് അതിന് ചെലവഴിച്ചത്. മറ്റൊന്ന് കുഴിനക്കപ്പാറ തോട്ടുമുക്കം പാലത്തിന് വേണ്ടി 4.8 കോടി രൂപ ചെലവഴിച്ചു. ചിറയ്ക്കൽ മേലാറ്റൂർ ഹിൽ ഹൈവേയാണ് മറ്റൊരു സുപ്രധാന പദ്ധതി. ഇതിന്റെ ഭാഗമായി ചിറയ്ക്കൽ മേലാറ്റൂർ ഉച്ചാരക്കടവ് കാഞ്ഞിരമ്പാറ റോഡുകളുടെ നവീകരണത്തിനായി 40.60 കോടി രൂപയാണ് അനുവദിച്ചത്. പാണക്കാട് വില്ലേജിലൂടെ കടന്നുപോകുന്ന മലപ്പുറം പരപ്പനങ്ങാട് റോഡ് വികസനവും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് തുടക്കമായി. മുടിക്കോട് പാലവും അനുബന്ധ റോഡും നിർമ്മിക്കുവാനുള്ള പദ്ധതിക്കും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട ഒരു റോഡ് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പനമ്പിലാവ് പാലം 5 കോടി രൂപയാണ് ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട റോഡായിട്ട് അംഗീകരിച്ചത്. പിന്നെ അതോടൊപ്പം തന്നെ അരീക്കോട് കൊണ്ടോട്ടി റോഡ് 16 കോടി, കടുങ്ങല്ലൂർ ആചാർപ്പടി ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കിഫ്ബി റോഡ്, എടവണ്ണപ്പാറ അരീക്കോട് റോഡ്, കൊയിലാണ്ടി എടവണ്ണപ്പാറ സംസ്ഥാന പാത അത് 189 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ആ റോഡ് ഉണ്ടാക്കിയത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് നമ്മുടെ ആദിവാസി മേഖലയുമായി ബന്ധപ്പെടുന്ന തെരട്ടമ്മൽ ഓടക്കയം റോഡ്. അതിന് 13 കോടി രൂപ ചെലവഴിച്ചു. വടക്കമുറി കുഴിനക്കപ്പാറ റോഡ് 2.70 കോടി രൂപയാണ് അതിന് ചെലവഴിച്ചത്. അതിനൊക്കെ പുറമെ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതി പ്രകാരം ഈ മണ്ഡലത്തിൽ 15 കോടി രൂപയും ചെലവഴിച്ചു. ഒരു പ്രധാനപ്പെട്ട ഗ്രീൻ ഹൈവേ പാലക്കാട് കോഴിക്കോട് ഗ്രീൻ ഹൈവേയും ഈ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നതിൽ സഹായം ലഭിച്ചിട്ടുണ്ട്. അരീക്കോട് താലൂക്ക് ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിലും മണ്ഡലം മുന്നേറി. ആരോഗ്യ മേഖലയിൽ ഏതാണ്ട് 10-60 കോടി രൂപ ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. അത് CHC ചമ്പംകുളം ക്യാൻസർ സെന്ററിന് വേണ്ടി 2 കോടി, അതുപോലെ തന്നെ ഐസൊലേഷൻ വാർഡ് IP ബിൽഡിങ്ങിന് 10 കോടി, അതുപോലെ കുഴിമണ്ണ PHC CHC ആക്കി, വെറ്റില പാറ PHC CHC ആക്കി, എടവണ്ണ ചാത്തലൂർ തുവക്കാട് PHCകൾക്ക് സബ് സെന്ററുകൾ, പത്തപ്പിരിയം പന്നിപ്പാറ കുണ്ടുതോട് സബ് സെന്ററുകൾ നവീകരണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു പോരായ്മ അരീക്കോട് താലൂക്ക് ആശുപത്രിയാണ്. 2019 ബജറ്റിൽ 25 കോടി രൂപ അനുവദിച്ചിട്ടും ഇന്ന് വരെ MLAയുടെ അനാസ്ഥ കാരണം അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു ദുരവസ്ഥയും ഇവിടെ ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും പഴയ ആശുപത്രിക്ക് വേണ്ടി സർക്കാർ 4 കോടി വീണ്ടും അനുവദിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ നോക്കേണ്ടത് അരീക്കോട് താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം AC ഷൺമുഖദാസ്, ബഹുമാന്യ ശ്രീമതി ടീച്ചർ, ശൈല ടീച്ചർ, MP ആയിരുന്ന KK രാഗേഷ് എന്നിവരുടെ ഫണ്ട് ഉപയോഗിച്ചുള്ള വികസനം മാത്രമാണ് അവിടെ നടന്നത് എന്നല്ല ഒരു വികസനവും നടന്നു. സാംസ്കാരിക രംഗത്തിന് ഉണർവേകി അബ്ദുറഹ്മാൻ സാഹിബ് സാംസ്കാരിക നിലയവും ഉയരുകയാണ്. 39.67 കോടിയോളം രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് സാംസ്കാരിക നിലയം നിർമ്മിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വിവിധ വിദ്യാലയങ്ങളിൽ 15 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. മറ്റു പ്രധാനപ്പെട്ട ഒരു രംഗം വിദ്യാഭ്യാസ മേഖലയിലാണ്. ആ വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തത് സീതിയാജി മെമ്മോറിയൽ സ്കൂളിന് വേണ്ടിയിട്ടാണ്. ഷിഫ്റ്റ് സമ്പ്രദായമായിരുന്നു ഇത്. 2016 ശേഷമാണ് എക്കാലവും UDFന്റെ കയ്യിലുള്ള ഈ മണ്ഡലത്തിൽ
ബഹുമാന്യായ സീതിയാജിയുടെ പേരിലുള്ള സ്കൂളിൽ നിന്ന് ഷിഫ്റ്റ് സമ്പ്രദായം എടുത്തു മാറ്റി അതിന് 3 കോടി ചെലവഴിച്ചു. പിന്നെ ഒരു പട്ടിക തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒന്ന് GHS കുഴിമണ്ണ 5 കോടി, GUPS എരഞ്ഞിമങ്ങാട് 1 കോടി, GUPS പത്തപ്പിരിയം 3.9 കോടി, GHS കീഴുപറമ്പ് 3 കോടി, GHS വെറ്റിലപ്പാറ 1 കോടി, GUPS അരീക്കോട് 1 കോടി, GHS കാവനൂർ 5 കോടി, GUPS മുണ്ടമ്പറ 1 കോടി, GUPS ചെങ്ങര 1 കോടി, GLPS കീഴ്ശ്ശേരി 1 കോടി. അതോടൊപ്പം തന്നെ GHS പെരകമണ്ണ, GHS പന്നിപ്പാറ, GHS ആലിഞ്ചുവട്, GUPS വാക്കാലൂർ, ഇങ്ങനെ ഒരു വലിയ പട്ടിക തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മേഖലയിലുള്ള എല്ലാ സ്കൂളുകളും നന്നാക്കുന്നതിന് വേണ്ടി ഈ 10 വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപുഴയ്ക്ക് കുറുകെ VCD ബ്രിഡ്ജ്, ഓടായിക്കൽ റെഗുലേറ്റർ റോഡ്, ചെറുപുഴയുടെ 2 വശങ്ങളും നന്നാക്കുന്ന രീതിയിലുള്ള നല്ല പ്രവർത്തനങ്ങളും ഈ കാലഘട്ടത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വലിയ കാര്യങ്ങൾ, നല്ല പ്രവർത്തനം നടത്തിയത് വലിയ വിശദീകരണത്തിലൂടെ ചെറിയൊരു രൂപം നൽകുകയാണ്. പെരിങ്കുളം ഇറിഗേഷൻ നവീകരണം, ചളിപ്പാടം VCB, തുമ്പിച്ചാൽ SC കോളനിയുടെ നവീകരണം, പത്തപ്പിരിയം പെരുങ്കുളം കുടിവെള്ള പദ്ധതി, കുണ്ടുതോട് KP കോളനി കൂടി കുറുക വരെയുള്ള റോഡ്, ചീക്കോട് കുടിവെള്ളം, അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ആ കുടിവെള്ളം കുഴിമണ്ണയിലേക്ക് കൂടി ഈ മണ്ഡലത്തേക്ക് കൊണ്ടുവന്നു. തുടർന്ന് കാവനൂർ കുടിവെള്ള പദ്ധതി അന്തിമഘട്ടത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചയും ഈ ഭരണകാലത്ത് ഇവിടെ കാണാൻ സാധിക്കും. എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു ഗവൺമെന്റാണ്. മലബാറിനോടുള്ള അവഗണന എന്നുള്ള വാക്കുപോലുമില്ല. കാസർഗോഡ് മുതൽ പാറശാല വരെ ഒരേ വികസനം നടന്ന ഒരു ഗവൺമെന്റാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെന്റിന്റെ കടമ ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം ഇവ കൊടുക്കലാണ്. ആ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ 10 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അഭിമാനകരമായ നേട്ടം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ 10 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് ഏറനാട് മണ്ഡലത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഏറനാടിനെ എല്ലാ രംഗങ്ങളിലും ഏറ്റവും മുൻപിൽ എത്തിക്കുവാനുള്ള സമഗ്ര പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്, ചരിത്രത്തിൻ്റെ പിൻബലത്തിലൂന്നിക്കൊണ്ട്.